ഇത്രയും ദിവസം കഴിഞ്ഞു, ഒരു കൊലപാതകം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ട് ഇവരെ ഇത്രയും പ്രതികളെ പിടിക്കാൻ വേണ്ടി ഇത്ര താമസമെടുക്കേണ്ട കാര്യമില്ല. കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ്, കേരള പോലീസ് നല്ല 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 കഴിവുള്ള പോലീസുകാർ തന്നെയാണ്. ഭാഗ്യ സപ്പോർട്ടുകളും രാഷ്ട്രീയക്കാരും സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ സ്വതന്ത്രമായിട്ട് വിട്ടുകഴിഞ്ഞാൽ അവർക്ക് ഒരു 24 മണിക്കൂർ പോലും വേണ്ട. നമുക്കറിയാമല്ലോ, അങ്ങ് ഉത്തരേന്ത്യയിലൊക്കെ അങ്ങ് അറ്റത്തെ സംസ്ഥാനത്ത് വരെ പോയിട്ട് നമ്മളെ കേരള പോലീസ് ആൾക്കാരെ പിടിച്ചുകൊണ്ട് വരുന്നു, കുറ്റവാളികളെ പിടിച്ചുകൊണ്ട് വരുന്നു. പക്ഷേ ഇവർ പാർട്ടിക്കാർ ചെയ്യുമ്പോൾ പാർട്ടിക്കാർ സംരക്ഷിക്കും. ഞാൻ അന്ന് ആദ്യമേ പറഞ്ഞു, ഇത് അവർ പാർട്ടി ഓഫീസിൽ തന്നെ ഉണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഒരു കൊലക്കുറ്റത്തിൽ പ്രതിയായിട്ടുള്ള ആളാണെങ്കിൽ അവർ ചെന്ന് സ്വമേധയാ കീഴടങ്ങില്ല. കൊലക്കുറ്റമാണ് ചേർത്തിട്ടുണ്ടെങ്കിൽ അവർ സ്വമേധയാ കീഴടങ്ങില്ല. അവർ ദുർബലമായിട്ടുള്ള ഒരു വകുപ്പുകൾ ചോദ്യം വെച്ചിട്ട് അവർ തന്നെ കൊണ്ട് ഹാജരാക്കും. അതുവരെ അവർ സംരക്ഷിക്കും. അത് തന്നെയാണ് നടന്നിട്ടുള്ളത്. ഞാൻ മുമ്പും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വെച്ച് 18 പേരെ പിടിച്ചു എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ കീഴടങ്ങി എന്ന് പറഞ്ഞത് വലിയ കാര്യമല്ല. കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ വ്യക്തമായി അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കീഴടങ്ങുള്ളൂ. നീ പോയി കീഴടങ്ങിക്കോ, ഞാൻ രക്ഷിച്ചോളാം. അത് തന്നെയാണ് നടന്നിട്ടുള്ളത്. ജയപ്രകാശ്, ഒറ്റ കാര്യം കൂടി. ജയപ്രകാശ്, ഇവിടെ അന്വേഷണം ശരിയായ ദിശയിലല്ല നീങ്ങുന്നത്. ഞാൻ നേരത്തെയും പറഞ്ഞു, ഈ 18 പ്രതികളിൽ ഈ അന്വേഷണം ഒതുക്കും. CBI അന്വേഷണത്തെക്കുറിച്ച്, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അഭിഭാഷകരുമായി ചർച്ച നടത്തിയ ശേഷം തീരുമാനമെടുക്കുമെന്നാണ് പറഞ്ഞത്. ആ തരത്തിൽ ചർച്ച വല്ലതും നടക്കുന്നുണ്ടോ? തീർച്ചയായും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ദുർബലമായ വകുപ്പുകൾ അനുസരിച്ച് 18 പേരെ പിടിച്ചെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമൊന്നുമല്ല. 18 പേരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അർഹമായ ശിക്ഷ കിട്ടേണ്ട വകുപ്പുകൾ തന്നെയാണോ? ഏതൊക്കെ വകുപ്പുകളുണ്ട് അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് വകുപ്പുകൾ. അവർ വളരെ ഈസിയായി ഇറങ്ങിപ്പോകും. അപ്പം നമ്മൾ അതിന് അങ്ങനെയാണെങ്കിൽ വേറെ അന്വേഷണമോ വേറെ കാര്യങ്ങളോ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് ചിന്തിക്കും. കഴിഞ്ഞാൽ ഇതിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ സ്വമേധയാ കീഴടങ്ങി എന്ന് പറയുമ്പം തന്നെ നമുക്കറിയാം അതിനകത്ത് എന്താണ് കളിയെന്ന്. പിന്നെ അവരുടെ വകുപ്പുകൾ എനിക്കറിയില്ല ഏതൊക്കെ വകുപ്പുകളെന്ന്. ഇപ്പം ഗവർണർ ജുഡീഷ്യൽ അന്വേഷണത്തിന് പറഞ്ഞിട്ടുണ്ട്, ശുപാർശ ചെയ്തിട്ടുണ്ട്. വരട്ടെ, അതെന്താണെന്നുള്ളത് നോക്കാം. എന്താണെങ്കിലും അധികം താമസിക്കാതെ തന്നെ നല്ലൊരു ഏജൻസി വേണം. അല്ലെങ്കിൽ ഇതിൻ്റെ റിപ്പോർട്ട് വരട്ടെ. ഈ 18 പേരെ വിളിച്ചിട്ട് പിടിച്ചല്ലോ, എന്തൊക്കെയാണ് ചാർജ് ചെയ്തിരിക്കുന്നത് അതും നോക്കണമല്ലോ. ഏതായാലും ആ പാർട്ടി അവർക്ക് സംരക്ഷണം പൂർണ്ണമായി കൊടുത്തിട്ടുണ്ട്, പൂർണ്ണമായി ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് 100% ഉറപ്പാണ്. ഇല്ലെങ്കിൽ ഇവർ കീഴടങ്ങാനോ അല്ലെങ്കിൽ അറസ്റ്റ് ആവാനോ ഇത്രയും ദിവസം താമസിക്കേണ്ട കാര്യമില്ല.